Hello guys, so welcome back to the second part of our Scotland series. അപ്പോൾ അന്ന് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ കാണിക്കാനുള്ളത് അന്നത്തെ വീട് തന്നെയാണ്. നമ്മൾ അവിടെ എത്തിയിട്ട് എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. 12 to 13 hours ഡ്രൈവ്. പൊന്നും ഷിപ്പിച്ചേട്ടനും കൂടിയാണ് ഞങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ 2 വാൻ എടുത്തിട്ട് ഞങ്ങൾ പോയെന്ന്. അപ്പം ഞങ്ങളുടെ വാൻ അവർ രണ്ടുപേരുമാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരും നല്ല ടയേർഡായിരുന്നു, നമ്മളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻട്രോ വീഡിയോവും അങ്ങനെ ഒന്നും എടുക്കാൻ ടൈമില്ലായിരുന്നു. ആൻഡ് നമ്മളന്ന് പോയത് എഡിൻബറോ കാസൽ, പിന്നെ എഡിൻബറോ സിറ്റി, വിക്ടോറിയ സ്ട്രീറ്റ്, അങ്ങനെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് കവർ ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് അന്ന് രാത്രി അവിടെ ഇൻവർനസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്തു. അന്ന് ഒരു ബാർബിക്യൂ നൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് നൈറ്റ് എല്ലാവരും എൻജോയ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു. പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാനിങ്ങിൽ നമ്മളെല്ലാവരും ഉറങ്ങി. അതാണ് അന്ന് സംഭവിച്ചത്. സോ ലെറ്റ് മീ ടേക്ക് യു ടു ദി വീഡിയോ. You would, I'm sure you would enjoy it. We went for It's really friend's good wedding in January. Before we left, we booked to go back. Beautiful. Yeah. Country. യെസ് ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് കുറച്ച് ഗ്ലിംസസ് ആണ് നമ്മൾ പോയ സ്ഥലങ്ങളുടെ ഒക്കെ കൂടി ലാവിഷും ഗോകുലും ഒക്കെ കൂടി ക്യാപ്ചർ ചെയ്ത ഒരുപാട് നല്ല 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 മൊമെൻറ്റ്സിൻ്റെ വീഡിയോസൊക്കെ ഒരുമിച്ചാക്കിയ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കണ്ടത്. ജസ്റ്റ് നമ്മൾ അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നല്ലൊരു ഗ്ലിംസ് പോലെ കാണിച്ചാണ്. ആൻഡ് നമ്മൾ അന്ന് കുളിച്ച് റെഡിയായി ഫ്രഷ്നപ്പായി നമ്മളൊരു മോളിലായിരുന്നു പോയിട്ടുണ്ടായത് ഫസ്റ്റ്. അവിടുന്ന് കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മളുടെ പോകാൻ നമ്മൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് എഡിൻബറോ സിറ്റി പോയിട്ട് ചുമ്മാ സിറ്റി വ്യൂവും അവിടുത്തെ ഫുഡും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നടക്കാമെന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേസ്ട്രീസ്, അതുപോലെ സ്കോൺസ്, ചീസ് കോൺസ്, ബൺസ്, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. സ്കോട്ടിഷ് ബ്രെഡ്സ് ഇതൊക്കെ അതുപോലെ ഭയങ്കര ഫേമസ് ആണ്. സ്കോട്ടിഷ് ഷോർട്ട് ബ്രെഡ്സ്, അതൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള കുറേ ഐറ്റംസും ഫുഡ്സൊക്കെ നോക്കി നമ്മളിങ്ങനെ നമ്മളെ മെയിൻ കാര്യം നോക്കി നടക്കാനുള്ളത് ഫുഡായിരുന്നു. ഞാനും ജസ്റ്റ് അതിനെപ്പറ്റി തന്നെ പറയുന്നുണ്ടായിരുന്നത്. സോ നമ്മളിങ്ങനെ സിറ്റി വ്യൂ ഇറങ്ങി. അപ്പോൾ സിറ്റി വ്യൂ കാണുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ പറയായിരുന്നു, മുന്നേ സഞ്ചാരം ഒക്കെ കാണുമ്പോൾ പുള്ളിക്കാരൻ പറയുന്ന പോലെ യൂറോപ്യൻസിൻ്റെ ഓരോ ഹാബിറ്റ്സും, അതുപോലെ സമ്മർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വേറൊരു ബ്യൂട്ടി ഇവിടെ എല്ലായിടത്തും കാണാനുണ്ടായിരുന്നു. അപ്പം മൺഡേ ടു തേഴ്സ്ഡേ എല്ലാവരും പണിയെടുക്കും, ഓൺ ഡ്യൂട്ടി, ആൻഡ് ദെൻ ഹാർഡ് വർക്കിംഗ് അങ്ങനെയായിരിക്കും. ആൻഡ് ദെൻ ഫ്രൈഡേ സാറ്റർഡേ എന്ന് പറയുന്നവർക്ക് പാർട്ടീസ്, സെലിബ്രേഷൻസ്, ആൻഡ് ദെൻ പബ് ഡേയ്സ് അങ്ങനെയൊക്കെയാണ്. ആൻഡ് ദെൻ സൺഡേ ആണ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഡേ, റെസ്റ്റ് ഡേ. ആൻഡ് ദെൻ മൺഡേ ബാക്ക് ടു വർക്ക്. ഇതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയത് വീക്കെൻഡ്സ് കൂടി ആയതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു സിറ്റി മുഴുവൻ. ആൻഡ് ദെൻ പോകുന്ന വഴിയിലൊക്കെ നമ്മളിങ്ങനെ ഓരോ ഫുഡൊക്കെ ഇങ്ങനെ നോക്കി പക്ഷേ എല്ലായിടത്തും ഫുഡിൻ്റെ കൗണ്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര റഷായിരുന്നു, വലിയ ക്യൂകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് വെച്ച് മൊത്തത്തിൽ പറ്റത്തില്ലെന്ന് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയിലും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ഫുഡ് ഐറ്റംസ് കിട്ടി. അതുപോലെ തന്നെ ഏറ്റവും ഇടയിൽ വന്നൊരു കാര്യം കൂടിയുണ്ട്, അത് പറയാം. നമ്മൾ ഫസ്റ്റ് പോയത് കാൾട്ടൺ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. അവിടെ എന്താ പറയേണ്ടത്, നമ്മളിങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം എത്താനായിട്ട്. പക്ഷെ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മളിങ്ങനെ മടുക്കുന്ന പോലെ പറയുകയാണെങ്കിലും മേലെ എത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അമേസിങ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആൻഡ് ദെൻ അവിടെ ഇങ്ങനെ ഒരു വലിയൊരു വാള് പോലത്തെ ഉണ്ട്. അതിൻ്റെ ചരിത്രമൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആൻഡ് ഓൾസോ അങ്ങനെ മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനും എനിക്കറിയില്ല. ആൻഡ് അവിടെ പോയപ്പോൾ നമുക്കൊരു ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയാൽ മൊത്തം ഈ കാൾട്ടൺ ഹില്ലിൻ്റെ ഫുൾ വ്യൂവും ആൻഡ് ഓൾസോ എഡിൻബറ സിറ്റിൻ്റെ ഫുൾ വ്യൂവും കാണാൻ പറ്റുമെന്ന്. അപ്പോൾ 143 സ്റ്റെപ്സ് ആയിരുന്നു കയറേണ്ടിരുന്നത്. ഇതാദ്യം എനിക്കറിയില്ലായിരുന്നു. പൊന്നും ശിവചേട്ടനും കൂടിയാണ് പെട്ടെന്ന് ഇങ്ങനെ കയറിയിട്ട് വാ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഇതിൻ്റെ മുകളിൽ പോയി ഫുൾ വ്യൂ ഉള്ള ഒരു സംഭവം കാണാമെന്നൊക്കെ പറഞ്ഞു. ആൻഡ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ കയറുമ്പോൾ ഇത്രയും സമയമുണ്ട്, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. അപ്പോൾ ലാസ്റ്റാണ് 143 സ്റ്റെപ്സ് എന്ന് പറയുന്നത്.
അത് കേട്ടപ്പോൾ ക്ഷീണമായി. ബട്ട് സ്റ്റിൽ നമുക്കത് കാണാം. ഓക്കെ, അവിടെ വരെ വന്നിട്ട് ഇനിയിപ്പോൾ അത് മിസ്സാക്കിയാൽ അതൊരു ചിലപ്പോൾ വലിയൊരു മിസ്സിങ് ആയിരിക്കും എന്ന് വെച്ച് നമ്മളെല്ലാവരും ഓക്കെ ജോളിയായിട്ട് കയറാൻ വേണ്ടി തുടങ്ങി. ആൻഡ് അവിടെ മേലെ എത്തിയിട്ടുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് ഭയങ്കര തണുപ്പായിരുന്നു അവിടെ രാവിലെയൊക്കെ. ആൻഡ് ഓൾസോ സണ്ണി ആയിരുന്നു. നല്ല ഡേ ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല തണുത്ത് ഭയങ്കര ക്ലൈമറ്റും ആയിരുന്നു. ആൻഡ് ആ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുള്ള് നമ്മളെ എഡിൻബറോ സിറ്റി മുഴുവനായിട്ട് കാണാമായിരുന്നു. ആൻഡ് നമ്മൾ കരുതി വെച്ച ഓരോ ഡെസ്റ്റിനേഷൻസും നമുക്കിങ്ങനെ ശിവചേട്ടൻ കാണിച്ചു തരുമായിരുന്നു. ഇങ്ങനെ അവിടെയാണ് നമ്മൾ അടുത്ത് പോകുന്നത്, ആ കാസിലാണ് നമുക്ക് അടുത്ത് പോകാനുള്ളത്, അടുത്ത് നമ്മൾ എഡിൻബറോ സിറ്റി സൈഡിലാണ്, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ നമുക്ക് അത്രയും അടിപൊളിയായിട്ട് അവിടെ നിന്ന് കാണുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടി കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് വീണ്ടും നമ്മൾ സിറ്റി വൈബ് ഓടിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വിക്ടോറിയ സ്ട്രീറ്റ് ആയിരുന്നു. വിക്ടോറിയ സ്ട്രീറ്റ് ഞാൻ പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ. ഒരുപാട് പേരുടെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലും ഒരുപാട് പേരുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മൾട്ടി കളേഴ്സിലുള്ള ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുമ്മാ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പം തന്നെ സാധിച്ചു തന്നു. ആൻഡ് ദെൻ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കോൺസും ക്രൊസോൺസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ജസ്റ്റിനാണ് പറഞ്ഞത് ഓക്കെ ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് മിൽക്ക് മാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളൊരു ബനോഫി ബൺ ആൻഡ് ബനോഫി സ്വോൾ, എന്താ പറയുക, ബനോഫി സിനമൺ സോൾ വാങ്ങിച്ചു. ഭയങ്കര യമ്മിയായിരുന്നു. ആൻഡ് ദെൻ അന്ന് എല്ലാവരും മറ്റേ ഷുഗർ കട്ട് അത് ഇതോ ഒക്കെ മറന്നു അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഈ ഒരു മ്യൂസിക് സ്കോട്ട്ലൻഡിലെ എല്ലാ മുക്കിലും മൂലയിലും കേൾക്കുമായിരുന്നു. ഇത് സ്കോട്ടിഷ് ആൾക്കാർ ഉണ്ടാക്കിയതും യൂസ് ചെയ്തുകൊണ്ട് ഇരുന്ന ഒരു ഭയങ്കര ഫേമസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ ബാഗ് പൈപ്പ് എന്നോ അങ്ങനെയാണ് പറയുന്നത്. ഇതൊരു ആനിമലിൻ്റെ സ്റ്റോമക്കിൻ്റെ ഏതൊരു പാട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ്. ആൻഡ് കുറേ ഇങ്ങനത്തെ കുറേ സ്ട്രീറ്റ് പ്ലേസ്, അതുപോലെ ഇങ്ങനെ കുറേ ഷോസ് ഒക്കെ സ്കോട്ട്ലൻഡിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ടൂറിസ്റ്റേഴ്സ് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട്. ആൻഡ് ഫയർ പ്ലേ ആൻഡ് അങ്ങനത്തെ കുറേ ഡാൻസേഴ്സ്, അങ്ങനെ അതുപോലെ ഇങ്ങനത്തെ കുറേ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് കുറേ പേരിങ്ങനെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഓൺ ആയിരുന്നു ആ സിറ്റി മുഴുവനും. ആൻഡ് എല്ലാവർക്കും ഇങ്ങനെ കുറേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ബിസി ആയിരുന്നു, എന്നാൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സിറ്റി വൈബ്സ് പിടിച്ച് നമ്മളിങ്ങനെ എത്തി വിക്ടോറിയ സ്ട്രീറ്റിലേക്ക്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, ഇങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഓരോ ആളിനും ഡിഫറെൻറ്റ് പെയിൻസ് ഒക്കെയാണ്. ആൻഡ് റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ കുറേ പേരൊക്കെ പോയപ്പം ഫോട്ടോസൊക്കെ കണ്ടത് ഇങ്ങനെ ആൾക്കൂട്ടമൊന്നും ഇല്ലാണ്ടാണ്. പക്ഷേ റിയാലിറ്റി അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. അപ്പം അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് പൊന്നു വിളിച്ചുകൊണ്ടൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. പോയപ്പം അവിടെ എല്ലാവരും കൂടി ഒരു ഡ്രിങ്ക്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് ഡ്രിങ്കാണ്, നോൺ ആൽക്കഹോളിക് ഡ്രിങ്കാണ്. ആൻഡ് അവിടെ എത്തിയപ്പോഴാണ് ലാവിഷ് പറയുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് J.K. റൗളിംഗ് ഹാരി പോട്ടർ കഥ എഴുതിയത്. അവിടെ ഇപ്പോഴും അവർ പുള്ളിക്കാരിൻ്റെ ആ കോർണറും ടേബിളും ചെയറും ഒക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു മെമ്മറി ആയിട്ട് ഇപ്പോഴും അവരവിടെ വെക്കുന്നുണ്ട്. ആ ഒരു കഫേയിലാണ് നമ്മൾ ആ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ചില്ല് ചെയ്തിരുന്നത്. ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു കഫേ ആയിരുന്നു. ആൻഡ് അതൊരു ഭയങ്കര എക്സ്പീരിയൻസും ആയിരുന്നു. J.K. റൗളിങ്ങിൻ്റെ ആ ഒരു സ്പേസിൽ പോയിരുന്നു നമ്മൾ ഫോട്ടോ എടുക്കുക, അതൊക്കെ കാണാൻ പറ്റിയതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ എഡിൻബറോ മ്യൂസിയത്തിലാണ് പോയത്. മ്യൂസിയത്തിൽ പോകുന്ന വഴിക്ക് തന്നെ ഫ്രാങ്കൻസ്റ്റൈൻ്റെ കുറേ ബിൽഡിങ്ങും അതുപോലെ ഈ ഗോസ്റ്റിൻ്റെ ബസ്. ആൻഡ് അതൊരു സൈറ്റ് സീയിങ് ഓപ്പൺ ബസ്സാണെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. ഇത്രയും വർഷങ്ങളായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബസ് കൂടിയാണ്. അപ്പോൾ അതിലൊന്നും കയറാൻ വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊന്നും കയറാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയിൽ ആ മ്യൂസിയത്തിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെല്ലാവരും കൂടി ചുമ്മാ ഇങ്ങനെ ജോളി അടിച്ച് നടന്നു. ആൻഡ് എഡിൻബറോ കാസിൽ ഇത് ഈ കാണുന്ന മേലെ ആയിരുന്നു. ഇനി വീണ്ടും ഇത്രയും നടന്ന് കയറാനുള്ള പ്രാപ്തി എനിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് അടിച്ച് കുറേ പേര് കൂടി, പൊന്നും ജസ്റ്റിനും ആരും. അപ്പം നമ്മളിങ്ങനെ താഴെ ഇരുന്നതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അതിനിടയിൽ ജസ്റ്റിനൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഐസ്ക്രീം കട കണ്ടുപിടിച്ചു. ഭയങ്കര ഫ്ലേവേർഡ് ഐസ്ക്രീം ആയിരുന്നു, ജെലറ്റോസ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാൽക്രിക് വീൽ കാണാൻ വേണ്ടി പോയി.
അത് കഴിഞ്ഞ് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇൻവെർനസിലോട്ടൊരു 50 minutes മോർ ദാൻ ലൈക്ക് 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ ഡ്രൈവിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കുറച്ച് ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു, പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ചുമ്മാ ചില്ലടിച്ച് ഇൻവെർനസിൽ ഏകദേശം എത്താറായപ്പോൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്താറാവുമ്പോഴേക്കും പരിപാടികൾ കൂടുതൽ ചില്ലായി. അങ്ങനെ സ്റ്റേയിലെത്തി. അവിടെ ഒരു ബാർബിക്യൂ സെറ്റപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേ ഭയങ്കര അടിപൊളിയായിരുന്നു. എന്നാൽ അടുത്ത വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അവിടെ നമുക്ക് കുറച്ചുകൂടി നേരത്തെ എത്തണമായിരുന്നു. ആൻഡ് അവിടെ ഈ നൈറ്റ് വൈബ് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പിറ്റേന്ന് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണവും വേണമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഒരു കുറച്ചുകൂടി ഒരു വൈബിൽ എന്തൊക്കെ പ്രോഗ്രാംസൊക്കെ നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത പോലെ എത്തിപ്പെടാൻ അവിടെ പറ്റിയില്ല. ആൻഡ് ദാറ്റ്സ് ഫോർ നൗ. Until next video, and then bye from Navina. See you again.